നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും ഈ കടകളിൽ നിന്ന് പൊറോട്ട മേടിക്കാൻ തോന്നാറില്ല അല്ലേ? അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏതാണ് ഉണ്ടാക്കുന്നത്, എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്, എന്ത് പൊടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് ചിലപ്പം വായി വെക്കുമ്പോൾ അല്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ നല്ലപോലെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഞാൻ ആ കപ്പിനൊരു 4 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടണ്ട കേട്ടോ, പാലോ ഒന്നും ചേർക്കണ്ട. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ എണ്ണ. ഞാൻ 4 കപ്പ് പൊടിയുടെ അളവായി പറയുന്നത്. 4 കപ്പ് പൊടി ആയതുകൊണ്ട് ഞാൻ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 മുട്ട മതി. മുട്ട ശരിക്കും കൂടുതൽ ഇടുന്നത് എന്തിനാണെന്നറിയാവോ? ഈ പൊടി നല്ല സോഫ്റ്റായി കിട്ടാനാണ് മുട്ട ചേർക്കണം, അത് നിർബന്ധമാണ്. പാൽപ്പൊടിയും വേണ്ട, പാലും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് നമ്മൾ പുട്ടിന് നനയ്ക്കത്തില്ലേ, പുട്ടിന് നനയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ നനച്ച് കൊടുക്കണേ. ഈ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മുടെ സാധാരണ പച്ചവെള്ളമില്ലേ, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നല്ലപോലെ നമ്മുടെ ആ പൊടിയുടെ അനുസരിച്ചെടുക്കണേ വെള്ളം. എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇച്ചിരി ഒഴിച്ച് നനച്ചെടുക്കണം. ഒരു പരുവമാകുമ്പോഴത്തേക്കും കണ്ടില്ലേ, നല്ലപോലെ ഇങ്ങനെ ബോളായിട്ട് അയച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും മൈദ അല്ലേ, ഒന്ന് അയച്ചെടുത്തേക്കണേ. മൈദാപ്പൊടി ആയതുകൊണ്ട് നല്ലപോലെ എനിക്ക് വശം ഇതാ, നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യണേ. ഞാൻ അത്യാവശ്യം നല്ലപോലെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാക്സിമം ഈ പൊടി ഒരു 8 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പം രാവിലത്തേക്കാണെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്താൽ മതി. ഇപ്പോൾ വൈകിട്ടത്തേക്കാണെങ്കിൽ നിങ്ങളിത് രാവിലെ ഇതുപോലെ കുഴച്ച് മാറ്റി വെച്ചേക്കണം. എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ പൊടി ഡ്രൈ ആവാതിരിക്കാനാണ്. നല്ല കുഴച്ച് വൃത്തിയാക്കി വെച്ച മാവിലോട്ട് എണ്ണയൊഴിച്ച് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും. എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി നനച്ച് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. ഏതെങ്കിലും നല്ല തുണിയില്ലേ, അത് ഇങ്ങനെ നനച്ച് ഇട്ട് കൊടുത്തേക്കണം. തട്ടുകടയിലൊക്കെ കണ്ടിട്ടില്ലേ തോർത്ത് വെച്ച് അവർ നനച്ചിടുന്നത്, അതുപോലെ ഒന്ന് നനച്ചിട്ട് കൊടുത്തേക്കണേ. ഇനി അതവിടെ ഒരു 8 മണിക്കൂർ ഇരിക്കട്ടെ. ഒരു 8 മണിക്കൂർ കഴിഞ്ഞെടുത്തപ്പം മാവിൻ്റെ അവസ്ഥ കണ്ടോ, നല്ല സോഫ്റ്റ്. ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ കയ്യിലോട്ട് ഒഴിച്ചിട്ട് മാവെടുത്ത് കണ്ടില്ലേ, നല്ലപോലെ പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ മാവിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ, അതിനാ മുട്ട ചേർക്കാൻ പറയുന്നത്. നല്ല സോഫ്റ്റായി കിട്ടും മാവ്. ഇനി കണ്ടില്ലേ, ഇനി ഒന്നും ചെയ്യണ്ട, നമുക്ക് അതിനെ ബോൾസാക്കി എടുക്കാം. എപ്പോഴും പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവിങ്ങനെ ഉള്ളിലോട്ട്, ബ്രെഡ് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പം മാവിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം എടുക്കാൻ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ബോൾസാക്കി എടുക്കുവാണേ. ആ മാവിനെ ഒരു 11 ബോളായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 11 ബോൾസ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യണേ. ഇപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ പൊടി കുഴച്ച് വെച്ചാൽ രാത്രി ഉണ്ടാക്കാം. ഇപ്പം രാവിലെ മക്കൾക്ക് സ്കൂളിൽ 2 എണ്ണം കൊടുത്തു വിടാനാണെങ്കിലും രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ബോൾസാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ബോൾ എടുത്ത് പരത്തുവാണേ. ഇപ്പം എല്ലാവർക്കും ഈ വീശാനും അടിക്കാനും ഒന്നും അറിയത്തില്ല അല്ലേ? വീശാനൊന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഈസി പരിപാടിയാണ്. കണ്ടില്ലേ, ആ ബോളിനെ എടുത്ത് എത്രത്തോളം പരത്താവോ അത്രയും മാക്സിമം അങ്ങ് പരത്തിയെടുക്കണം. അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പോ കാര്യമോ ഒന്നും വേണ്ട, അങ്ങ് പരത്തിയേക്കണം. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ കണ്ടില്ലേ, പാട പോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തിട്ട് അതിനെ ഒരു പിച്ചാത്തി വെച്ചോ, എനിക്ക് എളുപ്പം പിസ്സ കട്ടറാണ്, ഞാൻ പിസ്സ കട്ടറാണ് എടുക്കുന്നത്. പിസ്സ കട്ടർ ഇല്ലെങ്കിൽ നിങ്ങളൊരു പിച്ചാത്തി വെച്ച് ഇത് കണ്ടില്ലേ, ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞു കൊടുക്കണേ. വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മൈദാപ്പൊടി ഇല്ലേ, എണ്ണ ഓൾറെഡി ഉണ്ട് ആ മാവിൽ, മൈദാപ്പൊടി ഇങ്ങനെ ഒന്ന്
തൂളി കൊടുക്കണം. തൂളി മീൻസ് നല്ലപോലെ എല്ലായിടത്തും ആകത്തക്ക രീതി മൈദാപ്പൊടി ആക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് നിങ്ങൾ കണ്ടായിരുന്നോ, അങ്ങനെ എടുത്തെടുത്ത് ഇനി ഒന്നുമില്ല, ദേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ലെയറായിട്ട് കിട്ടും. കണ്ടില്ലേ? ഒരെണ്ണം കൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാവേ. നല്ല പാട പോലെ പരത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മൈദാപ്പൊടി, എണ്ണയില്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇച്ചിരി മൈദാപ്പൊടിയും തൂളിയിട്ട് ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുന്നുണ്ട്. കണ്ടോ? പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ആദ്യം നമ്മൾ ബോളാക്കി വെച്ചത് ഫസ്റ്റ് എടുക്കണം. എടുത്ത് ഇതുപോലെ പരത്തി നല്ല ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലോട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ പൊറോട്ട ഇഷ്ടമെങ്കിൽ ചെറുതായിട്ട് പരത്തിയാൽ മതി. എനിക്ക് അത്യാവശ്യം ഈ സൈസിലെ പൊറോട്ട ഇഷ്ടം. കണ്ടില്ല, ഇപ്പം തന്നെ നിങ്ങൾക്ക് ലെയർ കാണാമോ എന്നറിയത്തില്ല, ലെയർ ഉണ്ട് ഈ നിറയെ. ഇനി നല്ല ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലോട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണേ. മൈദ അല്ലേ, അത്യാവശ്യം നല്ല വെന്ത് കിട്ടട്ടെ. നല്ലപോലെ എണ്ണ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ പരത്തിയെടുക്കാം. ഒരു 3-4 പൊറോട്ട ആകുമ്പോഴത്തേക്കും നമുക്ക് വെച്ചിട്ട് നല്ലപോലെ അടിച്ചടിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ലെയറൊക്കെ നല്ലപോലെ കണ്ട് നല്ല ചൂടോടെ നമുക്ക് നല്ല കറിയോ പഞ്ചസാരയോ ഒന്നും വേണ്ട, ചായയുടെ കൂടാണെങ്കിലും കഴിക്കാം. എളുപ്പമല്ലേ? വീട്ടമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ലെയറോടുകൂടി നല്ല ടേസ്റ്റ്, നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന പോലെയല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ്